सिद्धिविनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। Okay, now we have to say the pledge. Okay, now raise your hand. India is my country. India is my country. All Indians are. All Indians are. My brothers and sisters. My brothers and sisters. I love my country. I love my country. And I am proud of it. I am proud of it. Rich and very perfect. Rich and very perfect. I shall always. I shall always. Strive to be. Bhakti of it. I shall give my parents. I shall give my parents. Teachers. And all elders. And all elders. Respect. And greet everyone with courtesy to my country and my people. I pledge my devotion in their well-being and prosperity. Lord, I have it. Take it.
സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78 വർഷമായി. മനസ്സിലായോ? എത്ര വർഷമായി? 78 വർഷം. 78. ആ, ഇതിനു മുന്നേ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന ആരാ അറിയോ? ആരാ? ബ്രിട്ടൻ. ബ്രിട്ടീഷുകാരാണ് നമ്മുടെ രാജ്യം ഇതിനു മുന്നേ ഭരിച്ചിരുന്നത്. അവരൊക്കെ നമ്മുടെ അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും ഒക്കെ ഒത്തിരി ഒത്തിരി ക്രൂരതകളൊക്കെ ചെയ്തിരുന്നു. മനസ്സിലായോ? അപ്പം ഇവരുടെ ഈ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്ന കുറെ മഹാന്മാരുണ്ട് അല്ലേ? ഒരാളുടെ പേര് പറയാമോ? അറിയുമോ? നമ്മുടെ രാഷ്ട്രപിതാവ് ആരാ? അറിയോ ആർക്കെങ്കിലും? അറിയോ ആർക്കെങ്കിലും? അറിയോ? മഹാത്മാഗാന്ധിജി. അറിയോ? ഗാന്ധിജി അറിയാവോ? ആ, പിന്നെ വേറൊരാള് ജവഹർലാൽ നെഹ്റു, ഭഗത് സിംഗ്. ഇങ്ങനെ ഒത്തിരി പേര് ഒത്തിരി കഷ്ടതകൾ അനുഭവിച്ച് ഒക്കെയാണ് നമുക്ക് ഇന്ന് നമ്മൾ ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നേടിത്തന്നത്. മനസ്സിലായോ? അവര് ബ്രിട്ടീഷുകാരോടൊക്കെ യുദ്ധങ്ങളൊക്കെ ചെയ്ത് ആണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. 1947 ഓഗസ്റ്റ് 15-നാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. മനസ്സിലായോ? ഇവരെയൊക്കെ ഓർക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ദിവസം ആഘോഷിക്കുന്നത്. ഇന്നല്ല, നാളെയാണ് നമ്മൾ അത് ഇന്നാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ദിവസത്തെ പ്രത്യേകത മനസ്സിലായോ? എന്തുവാ? ഈ മഹാന്മാരെ എല്ലാവരെയും കൂടി ഒക്കെ ഓർക്കാൻ വേണ്ടി കൂടെയാണ് നമ്മൾ ഈ ഒരു ദിവസം ആഘോഷിക്കുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും ഇന്ത്യ എന്ന നമ്മുടെ മാതൃരാജ്യത്തിനോടുള്ള സ്നേഹവും ആദരവും എന്നും ഉണ്ടായിരിക്കണം. നമുക്ക് വളർന്ന് വലുതാവുമ്പോഴും ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി നല്ലത് പ്രവർത്തിക്കണം. മനസ്സിലായോ?